ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മിൽക്കാസ് ദം കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഇന്ന് ഒരു അടിപൊളി മാംഗോ ലഡ്ഡു ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണ്, നല്ല മധുരവും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം ഇതിൽ 3 ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്തിട്ടുള്ളൂ. തേങ്ങ ചിരുകിയത്, അപ്പം തേങ്ങയും മാംഗോവും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡും. അപ്പം അതുപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു മാംഗോ ലഡ്ഡുവാണ്. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിനായിട്ട് നമ്മൾ 3 മാംഗോ, നല്ല പഴുത്ത മാംഗോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയെടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഉള്ളിൽ നമ്മളിങ്ങനെ ഇതുപോലെ വരഞ്ഞ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പൾപ്പ് നമുക്ക് നന്നായിട്ട് കിട്ടും. അപ്പോൾ അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. മാംഗോ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാൻ നോക്കുക. കാരണം വളരെ പെട്ടെന്ന് തന്നെ പണി കഴിയും. അതോടൊപ്പം തന്നെ നന്നായിട്ട് അത് പോരുകയും ചെയ്യും. നമ്മൾ സ്പൂണും കൊണ്ട് ഇതുപോലെ ഒന്ന് വടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഴുവൻ പൾപ്പും നമുക്ക് അതിൽ നിന്ന് കിട്ടും. അത് വളരെ പെട്ടെന്ന് തന്നെ പണിയും കഴിയും. അപ്പം അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ നമുക്ക് ഈ 3 മാംഗോയും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ 3 മാംഗോയും കട്ട് ചെയ്തെടുത്ത മാങ്ങയാണിത്. ഇത്രയുണ്ട് കേട്ടോ, നമ്മൾ 3 മാംഗോ എടുത്തപ്പോൾ. ഓക്കെ, അപ്പോൾ ഇന്നിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ അരച്ചെടുക്കാൻ പോണേണ്. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഇതിലൊരു തുള്ളി വെള്ളമോ മധുരമോ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. വെറുതെ ഇത് ജസ്റ്റ് ഇട്ടിട്ട് മാംഗോ ഇട്ടിട്ട് നമുക്കതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. കണ്ടില്ല, ഇതുപോലെ നന്നായിട്ട് മാംഗോ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതുപോലെ എടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്, വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ എടുത്തുകൊണ്ട് വരാം. ഓക്കെ, പിന്നെ നമ്മൾ ഇനി എടുത്തിരിക്കുന്നത് തേങ്ങയാണ്. ഒരു അത്യാവശ്യം വലിയൊരു തേങ്ങ നമുക്ക് മൊത്തമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്, തേങ്ങാപ്പീര. അപ്പോൾ 2 ഇതായിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നതാണ്. ചെറിയ ഭാഗത്തായിട്ട് കണ്ടിരിക്കുന്നത് നമ്മൾ ഒരു ഡെക്കറേഷന് വേണ്ടി എടുക്കുകയാണ്. മറ്റു വലിയ ഭാഗത്തായിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത് കുക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ തേങ്ങ, വലിയ ഭാഗമായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു നിറം വ്യത്യാസം വരുന്നത് വരെ 5 മിനിറ്റ് നമ്മൾ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ചെറിയൊരു നിറം വ്യത്യാസം വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കരിയരുത് കേട്ടോ. അപ്പോൾ കരിയാണ്ട് നോക്കുക. ചെറിയൊരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ ഈ ഒരു കണ്ടില്ലേ, ഇത്രയും ഒരു ചെറിയൊരു വ്യത്യാസം വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് മാംഗോൻ്റെ പൾപ്പ് ഇട്ട് കൊടുക്കാം. ഈ അരച്ച് വെച്ചിരിക്കുന്ന മാംഗോൻ്റെ പൾപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. ആ മിൽക്ക് മെയ്ഡിൻ്റെ പകുതിയോളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുഴുവനും ചേർക്കുന്നില്ല, അതിൻ്റെ പകുതിയോളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത്രയും മതിയാവും ഇത് ഉണ്ടാക്കാനായിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ 3 മാംഗോൻ്റെ അളവ് വെച്ചാണ് കേട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയും ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് കുക്ക് ചെയ്യണം, നന്നായിട്ട് വരണ്ട രീതിയിൽ കുക്ക് ചെയ്തെടുക്കണം. ഞാൻ ഓരോ സ്റ്റെപ്പായിട്ട് കാണിക്കുന്നുണ്ട്. ഇതിൽ നല്ല ഡ്രൈ ആയിട്ട് വരുന്ന ഓരോ സ്റ്റെപ്പും ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണുക. അപ്പോൾ അതുപോലെ നമ്മൊന്ന് ചെയ്തെടുക്കാം. ഇത് ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ചെയ്തെടുക്കാൻ. നല്ല തിക്കായിട്ട് ഇതെല്ലാം ഒന്നിച്ച് നല്ല കട്ട പിടിക്കുന്ന രീതിയിൽ ഡ്രൈ ആയിട്ട് കിട്ടും നമുക്ക്. ആ ഒരു രീതിയിലാവുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ടിത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു സ്പൂണിൽ ഒരു സ്കൂപ്പ് എടുത്തിട്ട് നമുക്ക് കയ്യിൽ നന്നായിട്ടൊന്ന് ചെറിയൊരു ഉണ്ടകളാക്കി എടുത്തുകൊണ്ട് നമുക്ക് വരാം. കണ്ടില്ലേ, ഈ ഒരു ചെറിയ നന്നായിട്ട് നമുക്ക് കയ്യിലൊന്നും ഒട്ട് പിടിക്കില്ല കേട്ടോ. നന്നായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ട്
ഇത് നമ്മുടെ തേങ്ങയിൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ചൊരിത്തിരി തേങ്ങ ഉണ്ടല്ലോ, അതിൽ ഇങ്ങനെ ഇതുപോലെ പരത്തിയെടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കുടഞ്ഞെടുത്തിട്ട് കഴിഞ്ഞാൽ ഇത് അതുപോലെ കിട്ടും. അപ്പോൾ അതുപോലെ ഓരോന്നും നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ ഓരോ മാംഗോയും ഇതേ രീതിയിൽ മാംഗോ ലഡ്ഡു ആക്കി മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയാൽ, കാണാനും ഭംഗിയാണ്. ഡെക്കറേഷൻ ചെയ്യുമ്പോൾ ആ തേങ്ങ പീരയുടെ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഓടിച്ചതിന് ശേഷം നമുക്ക് ഒന്ന് കുടഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയിൽ കിട്ടും. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ എല്ലാം എൻ്റെ കുഞ്ഞിനും അതുപോലെ എൻ്റെ ഹസ്ബൻഡിനും എല്ലാവർക്കും അമ്മയ്ക്കൊക്കെ ഇഷ്ടമായി. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. അതുമാത്രമല്ല വളരെ പെട്ടെന്ന് തന്നെ നമ്മളുടെ വീട്ടിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ